തേഹോരാത്രവിദോ ജനാഹ. ഉന്നത ഗ്രഹസമൂഹങ്ങളിലെ ഒരു പൂർണ്ണ ദിനരാത്രം ഈ ഭൂമിയിലെ ഒരു വർഷമാകുന്നു. ഇത് ആധുനിക ശാസ്ത്രജ്ഞന്മാരാൽ പോലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും ബഹിരാകാശ യാത്രികരാൽ സാക്ഷ്യപ്പെടുത്തപ്പെട്ടിട്ടുള്ളതുമാകുന്നു. അതുപോലെ അതിലും മേലായ ഉന്നത ഗ്രഹസമൂഹ മണ്ഡലത്തിൽ ദിനരാത്രങ്ങളുടെ കാലയളവ് സ്വർലോകങ്ങളിലേതിനേക്കാൾ കൂടുതലാണ്. ദിവ്യ പഞ്ചാംഗത്തിന്റെ അടിസ്ഥാനത്തിൽ 4 യുഗങ്ങൾ കണക്കാക്കപ്പെട്ടിരിക്കുന്നു. തദനുസാരേണ ദിവ്യലോകങ്ങളുടെ അടിസ്ഥാനത്തിൽ 12,000 വർഷങ്ങളുണ്ട്. ഇതിനെ ദിവ്യയുഗമെന്ന് വിശേഷിപ്പിക്കുന്നു. അത്തരത്തിലുള്ള 1000 ദിവ്യയുഗങ്ങൾ ചേർന്നതാണ് ബ്രഹ്മാവിന്റെ ഒരു ദിനം. ബ്രഹ്മദിനത്തിലെ പകൽ വേളകളിലെ സൃഷ്ടിയെ കൽപ്പം എന്നും ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നതിനെ വികൽപ്പം എന്നും വിശേഷിപ്പിക്കുന്നു. മഹാവിഷ്ണുവിന്റെ ശ്വസനത്തിലൂടെ വികൽപ്പങ്ങൾ സാധ്യമാക്കപ്പെടുമ്പോൾ ഇതിനെ മഹാകൽപ്പം എന്ന് വിശേഷിപ്പിക്കുന്നു. യഥാകാലത്ത് മുറതെറ്റാതെ സംഭവിക്കുന്നതും ക്രമാനുഗതവുമായ ചാക്രികമായ ആവൃത്തി ഈ മഹാകൽപ്പങ്ങൾക്കും വികൽപ്പങ്ങൾക്കും കൽപ്പങ്ങൾക്കുമുണ്ട്. അവയെക്കുറിച്ചുള്ള പരീക്ഷിത്ത് മഹാരാജാവിന്റെ ചോദ്യങ്ങൾക്ക് സ്കന്ദപുരാണത്തിലെ പ്രഭാസഖണ്ഡത്തിൽ ശ്രീ ശുകദേവ ഗോസ്വാമി ഇപ്രകാരം ഉത്തരം നൽകുന്നു. പ്രഥമശ്വേതകൽപശ്ച ദ്വിതീയോ നീലലോഹിതഃ വാമദേവസ്തൃതീയസ്തു തതോ ഗാധാന്തരോപരഃ രൗരവ പഞ്ചമ പ്രോക്ത ഷഷ്ട പ്രാണ ഇതി സ്മൃതഃ സപ്തമോധ ബൃഹത്കൽപ കന്ദർപ്പോഷ്ടമ ഉച്യത്തെ സദ്യോധ നവമ കൽപ ഈശാനോ ദശമ സ്മൃതഃ ധ്യാന ഏകാദശ പ്രോക്തസ് തതോ സാരസ്വതോ പരഃ ത്രയോദശ ഉദാനസ്തു ഗരുഡോധ ചതുർദശഃ കൗർമ പാഞ്ചദശോ ജ്ഞേയ പൗർണമാസി പ്രജാപതേ ഷോഡശോ നാരസിംഹാസ്തു സമാധിസ്തു തതോ പരഃ ആഗ്നേയോ വിഷ്ണുജഃ സൗര സോമകൽപസ്തതോ പരഃ ദ്വാവിംശോ ഭാവന പ്രോക്ത തുപുമാൻ ഇതി ചാപരഃ വൈകുണ്ഠശ്ചാഷ്ടിശസ്തദ്വദ് വാലീകൽപസ്തതോ പരഃ സപ്തവിംശോധ വൈരാജോ ഗൗരീകൽപസ്തഥാ പരഃ മാഹേശ്വരസ്തഥാ പ്രോക്തസ് ത്രിപുരോ യത്ര ഘാതിതഃ പിതൃകൽപസ്തഥാ ചാന്ദ്രേ യകുഃ ബ്രഹ്മണഃ സ്മൃതാഃ. ആകയാൽ ബ്രഹ്മാവിന്റെ 30 കൽപ്പങ്ങൾ ശ്വേതകൽപ, നീലലോഹിത, വാമദേവ, ഗധാന്തര, രൗരവ, പ്രാണ, ബൃഹത്കൽപ, കന്ദർപ്പ, സദ്യോധ, ഈശാന, ധ്യാന, സാരസ്വത, ഉദാന, ഗരുഡ, കൗർമ, നാരസിംഹ, സമാധി, ആഗ്നേയ, വിഷ്ണുജ, സൗര, സോമകൽപ, ഭാവന, സുപുമ, വൈകുണ്ഠ, അർച്ചിഷ, വാലികൽപ, വൈരാജ, ഗൗരീകൽപ, മാഹേശ്വര, പൈതൃകൽപ ഇവയൊക്കെ ബ്രഹ്മദിനങ്ങൾ, അതായത് കൽപ്പങ്ങൾ മാത്രമാണ്. അത്തരത്തിലുള്ള ഒരു 100 ബ്രഹ്മവർഷങ്ങളാണ് ബ്രഹ്മാവിന്റെ ജീവിതകാലം. ആകയാൽ കൽപ്പങ്ങളിൽ മാത്രം എത്ര സൃഷ്ടികൾ ഉണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയും. അനന്തരം ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യസ്യേക നിശ്വസിതകാലം അധാവലംബ്യ ജീവന്തി ലോമ വിലജ ജഗത് അണ്ഡനാഥാഃ. മഹാവിഷ്ണുവിന്റെ ശ്വസനത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്ന വികൽപ്പങ്ങൾ വീണ്ടും ഉത്പത്തിയാക്കപ്പെടുന്നു. മഹാവിഷ്ണുവിന്റെ ഒരു ശ്വസനകാലമാണ് നിശ്വാസവേള ബ്രഹ്മാവിന്റെ ജീവിത ദൈർഘ്യം. ആകയാൽ വിഷ്ണുവിന്റെ നിശ്വാസങ്ങൾ മഹാകൽപ്പങ്ങളാകുന്നു. ഭഗവാൻ ഒഴികെ മറ്റാരും തന്നെ സമസ്ത സൃഷ്ടികളുടെയും അധിപനല്ലായകയാൽ ഇവയെല്ലാം പരമദിവ്യോത്തമ പുരുഷൻ കാരണമായി സംഭവിച്ചതാകുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഒഴികെ മറ്റാരും തന്നെ സർവ സൃഷ്ടികളുടെയും നാഥനല്ല. ഹരേ കൃഷ്ണ മാതാജി. ഇവിടെ നമുക്ക് ബ്രഹ്മാവിന്റെ ദിവസത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മ എത്ര ദിവസമുണ്ട് അല്ലെ? ഇവിടെ നമ്മളിപ്പോ കണക്കുകൾ പഠിച്ചു വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഭഗവാന്റെ
ഭക്തിയുത സേവനം ചെയ്യുക, ഭക്തിയിൽ വരിക എന്നുള്ളതാണ് യഥാർത്ഥ ലക്ഷ്യം, നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ അതിന്റെ ഒരു ഗ്രേറ്റ്നെസ് എന്താണ്, അതിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. മഹാകൽപ്പം, വികൽപ്പം, കൽപ്പം, 3 തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ സൃഷ്ടിയെ കുറിച്ച് പഠിച്ചു, സംഹാരത്തെ കുറിച്ച് പറഞ്ഞു. രുദ്രന്റെ രൂപത്തിൽ ഭഗവാൻ വിസ്തരിച്ച് സംഹാരം ചെയ്യുന്നു, സ്ഥിതി ചെയ്യുന്നു. വിഷ്ണുവിന്റെ രൂപത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു, ഇതെല്ലാം പറഞ്ഞപ്പോ ഇതിന്റെ എല്ലാം സൃഷ്ടി എന്ന് പറയുമ്പോൾ എത്ര കാലമാണ് എടുക്കുന്നത്. നമ്മൾ പ്രളയത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ഒരു കൽപ്പം പറഞ്ഞാല്, ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, ഒരു പകൽ സമയം, ഒരു പകൽ സമയം മാത്രം. ആരുടെ? ബ്രഹ്മാവിന്റെ പകൽ സമയം മാത്രമാണ് അങ്ങനെ ഒരു കൽപ്പം എന്ന് പറയുന്നത്. ആ പകൽ സമയം മുഴുവൻ എന്ത് ചെയ്യും? നമ്മൾ രാവിലെ ജോലിക്ക് പോയി രാത്രി വരേക്ക് അല്ലെങ്കിൽ വൈകുന്നേരം വരേക്ക് നമ്മൾ ഒരു ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്നത് പോലെ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പൊ ഓഫീസിൽ പോകുന്നു ബ്രഹ്മാവ്, രാവിലെ ലാപ്ടോപ്പും ചോറും എല്ലാം ബാഗും ഒക്കെ ആയിട്ട് അവിടെ പോകുന്നു, ഓഫീസിൽ പോകുന്നു. ഓഫീസിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് സൃഷ്ടി, അദ്ദേഹത്തിന്റെ ജോലി, അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി അതാണ്, അതെല്ലാം ചെയ്യുന്നു. ചെയ്തു കഴിഞ്ഞ് വൈകുന്നേരം അദ്ദേഹം എവിടേക്ക്? വീട്ടിലേക്ക് വരുന്നു, അദ്ദേഹം റെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാല് അതിനെയാണ് നമുക്കിവിടെ ഒരു കൽപ്പ എന്ന് പറയാനായിട്ട് പറ്റുന്നത്. ഒരു കൽപ്പ. പിന്നീട് ഇതിനെ എന്ത് പറയുന്നു? വികൽപ്പ ഉണ്ട്, മഹാകൽപ്പ ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് വ്യക്തമായിട്ട് ഭാവാർത്ഥത്തിൽ നമുക്ക് പ്രഭാതർ പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാകൽപ്പം എന്ന് പറഞ്ഞാൽ കാരണോദകശായി വിഷ്ണു, മഹത്തത്വത്തിന്റെ സർവശക്തികളോടും കൂടി ഉൽപാദക ദ്രവ്യങ്ങളുടെ 16 തത്വങ്ങൾ. അപ്പൊ ഇനി 3ാമത്തെ ക്യാൻറ്റോ വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. 16 തത്വങ്ങള്, 16 മൂലകങ്ങള്, പിന്നീട് അതിന്റെ കൂടെ 25, ടോട്ടൽ നമ്മൾ 25 മൂലകങ്ങളെ പറ്റിയിട്ടാണ്. അതിന്റെ കൂടെ അതിനാവശ്യമായിട്ടുള്ള ബൈൻഡിങ് ഫോഴ്സും എല്ലാം ചേർത്തിട്ട്, കാലവും പ്രകൃതിയും പുരുഷനും ഒക്കെയും ചേർത്തിട്ട് 25 അതിനെ ബൃഹത് വൽക്കരിച്ചുകൊണ്ട് നമുക്ക് തേർഡ് ക്യാൻറ്റോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇവിടെയും പറയുന്നത് 16 മൂലകങ്ങളാണ്. അപ്പോ ഭഗവാന്റെ പുരുഷ അവതാരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണോദകശായി വിഷ്ണു, അതുപോലെ ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. അപ്പൊ അതിൽ തന്നെ ആദ്യം എന്താണ്? മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണോദകശായി വിഷ്ണു ആയിട്ട് മഹത്വത്തിന്റെ സർവശക്തികളോടും കൂടി ഇതെല്ലാം ചേർന്ന് വരുന്നതാണ്. നമുക്ക് എന്തെന്ന് പറയാം? ഭഗവാൻ അദ്ദേഹത്തിന്റെ പ്രഥമമായിട്ടുള്ള പുരുഷ അവതാരം കൈക്കൊള്ളുന്നു. ഇത് നമുക്ക് എന്തെന്ന് പറയാം? മഹാകൽപ്പ അല്ലെ? അതിനെയാണ് നമ്മള് മഹാകൽപ്പ എന്ന് പറയുന്നത്. അടുത്ത 2 ലൈൻ കഴിഞ്ഞ് നോക്കിയാൽ അറിയാൻ പറ്റും. കാരണോപദേശായി വിഷ്ണു ഭാവത്തിലുള്ള ഭഗവാന്റെ ഈ സൃഷ്ടികളെ മഹാകൽപ്പം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ അത് സർഗ ആ ഒരു ഭാഗത്തേക്ക് വരും. കാരണം ഇതെല്ലാം കൂടെ ആദ്യമേ ഉള്ള തത്വങ്ങൾ, ആദ്യമേ ഉള്ള മൂലകങ്ങൾ, ഇതെല്ലാം സൃഷ്ടിക്കുന്നതാണ് സർഗ എന്ന് പറയുന്നത്. അപ്പൊ ഈ സർഗയിലാണ് അത് വരുന്നത്, മഹാകൽപ്പ വരുന്നത്. ഇനി ബ്രഹ്മ സൃഷ്ടി, ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നും അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മ വരുന്നു അല്ലെ? ആ ബ്രഹ്മ വരുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? വികൽപ്പ എന്ന് പറയാൻ പറ്റും. അവിടെ എന്ത് ചെയ്യുന്നു? ബ്രഹ്മാവിനെ സൃഷ്ടിക്കുകയും അദ്ദേഹം ആ മറ്റുള്ള ജീവജാലങ്ങളുടെയും പ്രകൃതിയിലുള്ള മറ്റ് മരങ്ങള്, മൃഗങ്ങള് എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നത് പിന്നീട് ആരാണ്? ഭഗവാൻ ആ ഘടകങ്ങളെല്ലാം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഇത്രയും എലിമെന്റ് കൊടുത്തിട്ട് അത് സൃഷ്ടി ചെയ്യാനായിട്ട് ബ്രഹ്മാവിനെ പ്രചോദനം കൊടുക്കുന്നു അല്ലെ? അപ്പൊ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു. അപ്പൊ ആ ബ്രഹ്മാവ് സ്വയംഭൂ എന്നാണ് നമ്മള് ബ്രഹ്മാവിനെ പറയുന്നത്. സ്വയം ആ ഒരു താമരപ്പൂവില് വന്നു, താമരത്തണ്ടിൽ വന്നു ബ്രഹ്മാവ്. പിന്നെ ആരെയും കണ്ടില്ല. സംവത്സരങ്ങളോളം അദ്ദേഹം ആ താമരത്തണ്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പക്ഷെ അദ്ദേഹത്തിന് ആദിയും അന്തവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഭഗവാൻ എവിടെയാണെന്നോ ആരാണെന്നോ താൻ മാത്രം ഈ അന്ധകാരത്തിൽ എങ്ങനെ വന്നു എന്നോ ഒന്നുമേ ബ്രഹ്മാവിന് അറിയുന്നുണ്ടായിരുന്നില്ല അല്ലെ? ആ സൃഷ്ടി, ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് ഭഗവാൻ. ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതിന് നമുക്ക് എന്തെന്ന് പറയാം? വികൽപ്പ. ഘടകപദാർത്ഥങ്ങളുടെ വിതരണം, ഭഗവാൻ ആ ഘടകപദാർത്ഥങ്ങളെല്ലാം ബ്രഹ്മാവിനെ ഏൽപ്പിച്ചു. അതിനെ എന്തെന്ന് പറയാം? വികൽപ്പം എന്ന് പറയാം. ഇനി അടുത്തത് ഓരോ ദിവസം, ബ്രഹ്മാവിന്റെ ഓരോ ദിവസത്തെയും അദ്ദേഹത്തിന്റെ സൃഷ്ടിയെ കൽപ്പം എന്ന് അദ്ദേഹത്താലുള്ള അദ്ദേഹത്തിന്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഓഫീസിൽ പോയിട്ട് അങ്ങനെ ചെയ്യുന്നു, അതിനെ എന്തെന്ന് പറയുന്നു? കൽപ്പം എന്ന് പറയുന്നു. ഒരു കൽപ്പം. അപ്പോ ബ്രഹ്മാവ് ശരിക്കും 100 വർഷമാണ് ജീവിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ വർഷമല്ല, അവിടുത്തെ വർഷക്കണക്കാണ് പറയുന്നത്. ആ ഒരു 100 വർഷം അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴും ബ്രഹ്മാവ് 50 വർഷം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പോഴുള്ള ബ്രഹ്മാവ് നമ്മുടെ ഈ സമയത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ 50 വർഷം, അതിന്റെ 50 വർഷത്തെ പരാർത്ഥം എന്ന് പറയും. ബ്രഹ്മാവിന്റെ 50 വർഷത്തെ പരാർത്ഥം എന്ന് പറയും. അപ്പോ ആ 50 വർഷം ഇപ്പൊ അദ്ദേഹത്തിന് പ്രായമുണ്ട് ഇപ്പോഴത്തെ ബ്രഹ്മാവിന്. അപ്പൊ ഇവിടെ 100 വർഷമാണ് അദ്ദേഹത്തിന്റെ ഫുള്ളായിട്ട് അദ്ദേഹം
ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ കാലാവധി. പിന്നെ അത് കഴിഞ്ഞാൽ ബ്രഹ്മ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. പിന്നീട് അത് കഴിഞ്ഞ് അടുത്ത ഒരാൾക്ക് ബ്രഹ്മ എന്ന പോസ്റ്റ് കൊടുക്കും. ആ സൃഷ്ടി, ആ ഒരു ഉദ്യോഗം കൊടുക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു റിട്ടയർമെന്റ് ഏജ് 55 വയസ്സ് എന്ന് പറയുന്നത് പോലെയാണ് ബ്രഹ്മാവിന് ആ സൃഷ്ടിയിൽ നിന്നും അതിൽ നിന്നും റിട്ടയർമെന്റ് ആവുന്ന ഒരു സമയം എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ 100 വർഷമാണ്. നമുക്കത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലമുണ്ട്. മത്സ്യപുരാണത്തിൽ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആ ഒരു 100 വർഷം, ബ്രഹ്മാവിന്റെ 100 വർഷം എന്ന് പറയുന്നത് ലോർഡ് ശിവയുടെ ഒരു ദിവസമാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ദിവസം. അപ്പോ ഒരു കൽപ്പ എന്നോ അല്ലെങ്കിൽ ഒരു ദിവസം എന്നോ പറയാൻ പറ്റും മത്സ്യപുരാണത്തിൽ പറയുന്നത്. പക്ഷെ ഈ സമയം ഭഗവാന്റെ ഒരു ശ്വാസോച്ഛ്വാസമാണ്. ആ ഒരു പ്രളയം വരുന്ന സമയം. ഭഗവാൻ ഒരു ശ്വാസം എടുക്കുന്നത്, നമ്മൾ ഒരു ശ്വാസം എടുക്കുന്നത്, നമ്മൾ എത്രയോ ശ്വാസം, അല്ലെ, ഒരു വാക്ക് പറയുമ്പോൾ തന്നെ എത്രയോ ശ്വാസോച്ഛ്വാസം നമ്മുടെ എടുത്ത് കഴിയും. അപ്പോൾ അതുപോലെയാണ് ഭഗവാൻ ഒരു ശ്വാസം എടുക്കുന്ന സമയം മാത്രമാണ് ബ്രഹ്മാവിന്റെ ജീവിത കാലഘട്ടം. അത്രയും കാലം മാത്രമാണ് ബ്രഹ്മ ജീവിച്ചിരിക്കുന്നത്. ശിവജിക്കാണെങ്കിൽ അത് ഒരു ദിവസം മാത്രമാണ് ആകുന്നതെന്ന് മത്സ്യപുരാണത്തിൽ പറയുന്നു. അപ്പോ അങ്ങനെയുള്ള എത്രയോ ചതുർയുഗങ്ങൾ, അല്ലെ, ഇത്രയും ചതുർയുഗങ്ങള് അതിനെ 1000 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാല് ഒക്കെ ഉള്ള സമയമാണ് നമുക്കിവിടെ ബ്രഹ്മാവിന്റെ ലോകത്തെ പറ്റി. ഇത് വ്യക്തമായിട്ട് കുറേ വായിച്ചു നോക്കി അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലോട്ട് എഴുതി മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ പറയുന്നുണ്ട്, മഹാവിഷ്ണുവിന്റെ ശ്വസനത്തിലൂടെ വികൽപ്പങ്ങൾ സാധ്യമാക്കപ്പെടുമ്പോൾ ഇതിനെ മഹാകൽപ്പം എന്ന് വിശേഷിപ്പിക്കുന്നു. യഥാകാലത്ത് മുറ തെറ്റാതെ സംഭവിക്കുന്നതും ക്രമാനുഗതവുമായ ചാക്രികമായ ആവൃത്തി എന്ന് പറയുന്നത് ഓരോ നമ്മുടെ യുഗങ്ങൾ, നമുക്ക് ചതുർയുഗങ്ങളുണ്ട്, 4 യുഗങ്ങൾ: സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, അതുപോലെ കലിയുഗം. ഇനി ഇപ്പൊ നമുക്ക് കലിയുഗം എന്ന് പറയുന്നത് 5500ഓളം വർഷങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു, അല്ലെ. 4,32,000 വർഷങ്ങളാണ് ഒരു കലിയുഗത്തിൽ വരുന്നത്. ഈ കലിയുഗത്തിൽ നിന്നും ഇനി 2 കൊണ്ട് ഗുണിക്കുമ്പോൾ, ആ 4,32,000-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ദ്വാപരയുഗത്തിൽ, പിന്നെ അതിനെ നമ്മൾ വീണ്ടും 4,32,000-നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ത്രേതായുഗം, അതിനെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴുള്ള സംഖ്യ നമുക്ക് സത്യയുഗം. ഇത്രയാണ് അതിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. അപ്പോ ഇതില് 5500 വർഷങ്ങൾ മാത്രമാണ് ഈ കലിയുഗത്തിൽ നമുക്ക് കഴിഞ്ഞിരിക്കുന്നത്, അല്ലെ. അപ്പോ ഈ കലിയുഗം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സൈക്കിൾ വരും. അടുത്ത ഏതാ വരിക? സത്യയുഗം വരും. അപ്പൊ കലിയുഗത്തിന്റെ അവസാനത്തിൽ നമുക്കറിയാം ഭഗവാൻ കൽക്കി അവതാരം എടുക്കുമെന്നും ആ അവതാരത്തിൽ അധർമ്മികളെ എല്ലാം കൊല്ലാനായി ഒരു വാളുമായി വരും എന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് ഭാഗവതത്തിൽ തന്നെ, അല്ലെ. അപ്പോ ആ അധർമ്മം എല്ലാം അവസാനിപ്പിച്ച് പുതിയൊരു യുഗം, കലിയുഗത്തിലെ എല്ലാ അധർമ്മവും അവസാനിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ കൽക്കി അവതാരം എല്ലാത്തിനെയും അവസാനിപ്പിക്കും. അതിനുശേഷം വീണ്ടും നമ്മളെല്ലാവരും 9.7 പറഞ്ഞ പോലെ ഭഗവാൻ കാരണോദകശായി വിഷ്ണുവിലേക്ക് നമ്മൾ എൻ്റർ ആകും, അല്ലെ, നമ്മൾ പ്രവേശിക്കും. എല്ലാവരും അവിടെ വിശ്രമിക്കും. അതിനുശേഷം അടുത്ത യുഗത്തില് അടുത്ത പിറവി നമുക്ക് ഉണ്ടെങ്കിൽ, നമ്മൾ വീണ്ടും ജന്മം എടുക്കുകയാണെങ്കിൽ, നമ്മൾ പ്രോപ്പറായിട്ട് ഭക്തി സേവനമൊന്നും ചെയ്തില്ല, ഭഗവാന്റെ ധാമത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ, ഗോലോക വൃന്ദാവനത്തിലേക്ക് നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ സത്യയുഗത്തില് അവതരിക്കും. അതും ക്വാളിഫൈഡ് ആയിട്ടുള്ളവര് മനുഷ്യജന്മം ലഭിക്കുമോ, ഏത് ജന്മമാണ് ലഭിക്കുന്നതെന്നൊക്കെ അവിടെ ആണ് തീരുമാനിക്കുന്നത്. വീണ്ടും നമ്മൾ ആ പ്രളയം എല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു സൃഷ്ടിയിലേക്ക് നമ്മൾ വരും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതില് ചാക്രികമായിട്ടുള്ള സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സത്യയുഗം, വീണ്ടും അടുത്ത സത്യയുഗം കഴിയുമ്പോൾ വീണ്ടും ത്രേതായുഗം, വീണ്ടും ദ്വാപരയുഗം, അങ്ങനെ എത്രയോ സംവത്സരങ്ങൾ വരും, അല്ലെ. അപ്പോ അങ്ങനെ ഒരു മഹായുഗം എന്ന് പറയുന്നത് തന്നെ ഇപ്പം 4,32,000, അതിൽ കൂടുതൽ പിന്നും അത്രയും മനുഷ്യരുടെ യുഗം എന്ന് പറയുന്നത്, മനുഷ്യരുടെ വർഷത്തിൽ കണക്കൂട്ടി കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് പൂജ്യങ്ങൾ ചേർത്ത് പറയേണ്ടി വരും. അതിന് നമ്മൾ പഠിച്ചിട്ടുള്ള കോടിക്കണക്കിന് അങ്ങനെയുള്ള നമ്പറിൽ അത് പറയാൻ പറ്റില്ല. അപ്പൊ 71 മഹായുഗങ്ങൾ ചേർന്നതാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. ഇനി 14 മന്വന്തരങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പ എന്ന് പറയുന്നത്. ഒരു കൽപ്പ, ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒരു പകൽ സമയം എന്നാണ്. ആ പകൽ സമയം എന്ന് പറയുന്നത്, അപ്പൊ ഇവിടെ ഒരു കണക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1000 കൊണ്ട് ഗുണിച്ച് അവസാനം എന്താ, 12,000 വർഷം, അല്ലെ. ദിവ്യലോകങ്ങളുടെ അടിസ്ഥാനത്തിൽ 12,000 വർഷങ്ങളുണ്ട്. അപ്പൊ ഇത് കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക്
പൊറുക്കാത്ത കണക്കാണ്, കുറേ പൂജ്യങ്ങൾ വരും അതില്. അപ്പോൾ ഇത്രയും ഒക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാലം ബ്രഹ്മാവും ഭഗവാനും ഒക്കെയും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ഇവിടെ എത്രയാണ്? ഇപ്പൊ ബ്രഹ്മാവിന്റെ 100 വർഷം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ശ്വാസോച്ഛ്വാസമേ ഉള്ളൂ അല്ലെ? അപ്പൊ പിന്നെ നമ്മളൊക്കെ എത്ര കാലം ഉണ്ട് എന്നുള്ളത് അല്ലെ? മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ എന്ന് ജ്ഞാനപ്പാനയിൽ പറയുന്നത് പോലെ നമ്മൾ പരസ്പരം മത്സരിക്കാതെ നമ്മൾ ആരൊക്കെയോ ആണെന്നുള്ള ഭാവമൊക്കെ വെടിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ദാസാനുദാസ ഭഗവാന്റെ വെറും ദാസന്മാര് മാത്രമാണ് നമ്മൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭക്തിയുത സേവനം, പ്രേമ ഭക്തിയുത സേവനം ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഒരു ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ഒരു ഏകദേശമൊക്കെ നമുക്ക്, എൻ്റെ ഒരു അഭിപ്രായത്തില് ഞാൻ പറയാ, നമ്മൾ ഏകദേശമൊക്കെ എന്താണെന്ന് ഭഗവത്ഗീത മനസ്സിലാക്കി, ഭാഗവതമൊക്കെ മനസ്സിലാക്കി, ഇനി നമ്മൾ എന്തെല്ലാമോ അറിയാവുന്ന ജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ പറ്റുന്നുണ്ട്, ഞാൻ എന്തെല്ലാമോ ഈ ഭൂലോകത്ത് ചെയ്തു, ഈ ഭൂലോകത്തെ കുറിച്ചൊന്നും ചിന്തിക്കാനോ ഭൗതിക ലോകത്തെ കുറിച്ച് ചിന്തിക്കാനോ നിൽക്കാതെ ഭഗവാന് ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ ഈ സംസാര സാഗരം കടന്നു പോകാനുള്ള ഒരു ആ ഒരു ഭഗവാൻ പറയുന്നത് ഹൂഫ് പ്രിന്റ്, ആ ഒരു പശു കുളമ്പടി അല്ലെ, പശുക്കുട്ടിയുടെ കുളമ്പടിക്കുള്ള ആ ഉള്ളിൽ നിൽക്കുന്ന ജലം പോലെ നമുക്ക് ഈ സംസാര സാഗരത്തെ ചെറുതാക്കി തരും ഗുരുവും ഭഗവാനും ചേർന്നിട്ട് അല്ലെ. സംസാര ദാവാനല നന്ദിത ലോക എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആ സംസാരത്തിലുള്ള, ഈ സംസാര സാഗരത്തിലുള്ള ഈ കാട്ടുതീയിൽ അകപ്പെട്ടിരിക്കുന്ന നമുക്ക് എല്ലാ ക്ലേശകരമായിട്ടുള്ള താപത്രയങ്ങളെയും തരണം ചെയ്തു പോകാനുള്ള വഴി എന്താണെന്ന് നമ്മൾ നോക്കുക, അത് മനസ്സിലാക്കുക. ആ ഒരു ബോട്ടില് എത്രയും പെട്ടെന്ന് കയറിപ്പെടാനായിട്ട് ശ്രമിക്കുക, എത്രയും പെട്ടെന്ന് ഗോലോകധാമിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയും മഹത്താണ് ഭഗവാൻ. നമ്മൾ എന്ന് പറയുന്നത് വെറും അണുവാണ്, ഭഗവാൻ വിഭുവാണ് എന്നുള്ളത് മനസ്സിലാക്കി ഭഗവാൻ ഇനിയും ഡൗട്ട്ഫുൾ ആയിട്ട് ഭഗവാൻ ഉണ്ടോ എന്ന് വീണ്ടും സംശയിക്കാതെ എത്രയും നാമജപം ചെയ്ത് എത്രയും പെട്ടെന്ന് തിരികെ പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഇവിടെ ബ്രഹ്മാവിന്റെ 30 കൽപ്പങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും 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 വായിച്ച് മനസ്സിലാക്കാനായിട്ട്, ഭഗവാന്റെ മഹത്വം എത്രത്തോളം മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ വീണ്ടും വീണ്ടും ആ ഭാവാർത്ഥം വായിച്ച് തന്നെ മനസ്സിലാക്കി എടുക്കുക. ഹരേ കൃഷ്ണ. പ്രതിയോഗിയായി രേഖപ്പെടുത്തിയിരുന്നു. എന്റെ ആരോഗ്യം നല്ല നിലയിലാണ്. ഞാൻ ദിവസവും നടത്തത്തിന് പോവുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നു. മറ്റൊരു കത്തിൽ പ്രഭുപാദർ എഴുതി, നമ്മുടെ ഇവിടുത്തെ രഥോത്സവത്തിന് നല്ല സ്വാഗതമാണ് ലഭിച്ചത്. ആ ചടങ്ങാകെ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും അതിനാൽ എനിക്ക് ഹൈഡ് പാർക്ക് മുതൽ ട്രാഫൽഗർ സ്ക്വയർ വരെയുള്ള വഴിയിൽ ഉടനീളം നടക്കാനും നൃത്തം ചെയ്യുവാനും കഴിഞ്ഞു. ഭക്തന്മാർ ഒട്ടേറെ ഉന്നതരായ പൗരന്മാരെ പ്രഭുപാദരുമായി കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. അതിനുള്ള പ്രതികരണം മെച്ചമായിരുന്നു. ധനശാസ്ത്രജ്ഞനായ ഏണസ്റ്റ് ഷുമാക്കർ സന്ദർശനം നടത്തുമെന്ന് വാക്കു നൽകി. അതുപോലെ തന്നെ തത്വചിന്തകനായ സർ ആൽഫ്രഡ് ജെ അയറും. സർ അയറിന്റെ പ്രശസ്തിയെ കുറിച്ച് ശ്യാമസുന്ദരൻ പറഞ്ഞപ്പോൾ പ്രഭുപാദർ ചോദിച്ചു, എന്താണ് അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം? ശ്യാമസുന്ദരൻ മറുപടി പറഞ്ഞു, അദ്ദേഹം ദൈവത്തിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നില്ല. പ്രഭുപാദർ പ്രതിവചിച്ചു, ഞാൻ അദ്ദേഹത്തിന് തെളിവ് കൊടുക്കുന്നുണ്ട്. ദൈവത്തിന്റെ അസ്തിത്വം എന്നതുകൊണ്ട് എന്താണ് അദ്ദേഹം അർത്ഥമാക്കുന്നതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും. ദൈവ അസ്തിത്വത്തിന്റെ പോരായ്മകൾ അക്കമിട്ട് പറയാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും. പ്രഭുപാദർക്ക് തത്വചിന്തകരമായ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നതും അവരെ വാദത്തിന് കെണിയിലാക്കുകയും തോൽപ്പിക്കുകയും ചെയ്യുന്നതും ഇഷ്ടമായിരുന്നു. ചരിത്രകാരനായ അർണോൾഡ് ഡ്രോയിൻ ബി വൃദ്ധനും രോഗിയുമായിരുന്നു. അതിനാൽ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കാണാൻ പ്രഭുപാദർ സമ്മതിച്ചു. പുനർജന്മത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ തത്പരനായ ഡോക്ടർ ഡ്രോയിൻ ബി പ്രഭുപാദരോട് കർമ്മത്തെ സംബന്ധിച്ച് ചോദിച്ചു. മിക്ക ആളുകളും മരണത്തെ ഭയപ്പെടുന്നവരാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രഭുപാദർ അതിനോട് യോജിക്കുകയും ഇന്ത്യയുടെ അടുത്ത കാലത്തെ നേതാക്കളിൽ ഒരാൾ കൂടി ഒരു പട്ടിയായി പുനർജനിച്ചു എന്ന് ഒരു ജ്യോതിഷി അഭിപ്രായപ്പെട്ടിട്ടുള്ളതായി പറയുകയും ചെയ്തു. അതിനാൽ തങ്ങൾ അധപ്പതിച്ചു പോകുമെന്ന് അവർ ഭയപ്പെടുന്നു. പ്രഭുപാദർ പറഞ്ഞു, കർമ്മം മാറ്റാൻ സാധ്യമാണോ എന്ന് ഡോയിൻ ബി ചോദിച്ചപ്പോൾ ആണെന്നും എന്നാൽ അത് ഭക്തി കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്നും പ്രഭുപാദർ മറുപടി നൽകി. ജോർജ് ഹാരിസൺ പ്രഭുപാദരുടെ ശിഷ്യന്മാരുടേതുപോലെ ഉള്ള വിധേയത്വ ഭാവത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. പ്രഭുപാദരും ജോർജും ഒരുമിച്ചിരുന്ന് പ്രസാദം, സമോസയും
ഹൽവയും പച്ചക്കറികളും തൈരും പൂരിയും അടങ്ങിയ ഒരു വിശിഷ്ട ഭക്ഷണം കഴിച്ചു. അവർ പ്രസാദം ആസ്വദിച്ചുകൊണ്ടിരിക്കെ വൃന്ദാവനത്തിലെ ചില പാണ്ഡകൾ അഥവാ പുണ്യസ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പുരോഹിതനെയാണ് പാണ്ഡകൾ ക്രമത്തിലധികം ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് പ്രഭുപാദർ പരാമർശിച്ചു. ഒരിക്കൽ അത്തരം ഒരാൾ അമിതമായി ഭക്ഷിക്കുകയും അങ്ങനെ മരിക്കാറാവുകയും ചെയ്തു. എങ്കിലും അയാൾ തന്റെ പുത്രനോട് പറഞ്ഞു, ഒന്നുമില്ല എങ്കിലും ഭക്ഷണം കഴിച്ചത് മൂലമാണല്ലോ ഞാൻ മരിക്കുന്നത്, പട്ടിണി മൂലമല്ലല്ലോ. പട്ടിണി കൊണ്ട് മരിക്കുക എന്നത് അന്തസ്സുകെട്ട ഏർപ്പാടാണ്. ജോർജുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം ഒരു വലിയ ഭവനം സംഭാവന ചെയ്തതിനെ കൃതജ്ഞതാപൂർവ്വം അംഗീകരിച്ചുകൊണ്ട് പ്രഭുപാദർ പുഞ്ചിരി തൂകി. നിങ്ങൾ എന്റെ മുറി കണ്ടോ? പ്രഭുപാദർ ചോദിച്ചു. അത് വാസ്തവത്തിൽ നിങ്ങളുടെ വീടാണ്, എങ്കിലും തത്കാലം എന്റെ മുറിയുമാണ്. ജോർജ് ഒരു വിനീത ശിഷ്യന്റെ നില കൈക്കൊള്ളാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ചു. അല്ല, അത് കൃഷ്ണന്റെ വീടും അങ്ങയുടെ മുറിയുമാണ്. കൃഷ്ണ അവബോധം സ്വീകരിച്ചതിനാൽ തനിക്ക് സ്നേഹിതന്മാർ നഷ്ടമാകുന്ന കാര്യം ജോർജ് പ്രഭുപാദരോട് രഹസ്യമായി പറഞ്ഞപ്പോൾ അതിൽ കുണ്ഠിതപ്പെടേണ്ടതില്ലെന്ന് പ്രഭുപാദർ പറഞ്ഞു. അദ്ദേഹം ഭഗവത്ഗീതയിൽ നിന്ന് ഭക്തിയുടെ സേവനത്തിലൂടെ മാത്രമേ തന്നെ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് കൃഷ്ണൻ പറയുന്ന ഭാഗം ജോർജിനെ വായിച്ചു കേൾപ്പിച്ചു. ജോർജ് പറഞ്ഞു, ഭാവിയിൽ ഇസ്കോൺ പ്രഗത്ഭമായ കാര്യകർത്തൃത്വം ആവശ്യമാകുമാറ് വളരെ വലിയ സ്ഥാപനമാകും. പ്രഭുപാദർ, ഞാൻ ലോകത്തെ 12 പ്രതിനിധികളോടുകൂടിയ 12 മേഖലകളായി വിഭജിച്ചിട്ടുണ്ട്. അവർ ആധ്യാത്മിക സത്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരിൽ കാരുണ്യം ചൊരിയും. യാത്ര പറഞ്ഞു പോകുന്നതിന് മുമ്പായി ജോർജ് അദ്ദേഹത്തിന്റെ ക്ഷേത്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് താൻ അദ്ദേഹത്തെ സഹായിക്കുന്നതാണെന്ന് പ്രഭുപാദർക്ക് ഉറപ്പു നൽകി. അപ്പോൾ പ്രഭുപാദർ ഇങ്ങനെ പറഞ്ഞു, ജോർജിന് ശ്രീകൃഷ്ണനിൽ നിന്നും ആന്തരികമായ പ്രചോദനം ലഭിക്കുന്നുണ്ട്. ജോർജ് ഹാരിസൺ മുഖേന മറ്റൊരു പോപ്പ് ഗായകനും സംഗീതജ്ഞനുമായ ഡൊണോവൻ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ വിഖ്യാത നേതാവിനെ വന്നു കണ്ടു. ഡൊണോവൻ സ്നേഹിതനായ ഒരു ഗായകനോടും തങ്ങളുടെ 2 മിനിസ്കർ ധരിച്ച പെൺ ചങ്ങാതിമാരോടുമൊപ്പം പ്രഭുപാദരുടെ മുമ്പിൽ വിരസമായ മൗനത്തോടെ ഇരുന്നു. പ്രഭുപാദർ സംസാരിച്ചു. സംഗീതമാണ് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉന്നതമായ രൂപം എന്ന് പറയുന്ന ഒരു ശ്ലോകം വൈദിക സാഹിത്യത്തിൽ ഉണ്ട്. തുടർന്ന് അദ്ദേഹം ഒരു ഗായകന് ശ്രീകൃഷ്ണനെ എപ്രകാരം സേവിക്കാം എന്നതിനെ കുറിച്ച് വിവരിക്കാൻ തുടങ്ങി. നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതനായ ജോർജ് ചെയ്യുന്നത് അനുകരിക്കണം, പ്രഭുപാദർ പറഞ്ഞു. ഞങ്ങൾ നിങ്ങൾക്ക് വിഷയങ്ങൾ തരാം, നിങ്ങൾ അവയെക്കുറിച്ച് പാട്ടുകൾ എഴുതാം, എന്തും പണം പോലും കൃഷ്ണസേവനത്തിനായി ഉപയോഗിക്കാം എന്ന് പ്രഭുപാദർ പറഞ്ഞു. പക്ഷേ പണം എന്നത് ഭൗതിക സ്വത്തല്ല, ഡൊണോവന്റെ പെൺ ചങ്ങാതി ഇടയ്ക്ക് കയറി പറഞ്ഞു. നിങ്ങൾക്ക് എന്തറിയാം? എന്താണ് ആ ഭൗതികം, എന്താണ് ആധ്യാത്മികം? പ്രഭുപാദർ ചോദിച്ചു. അദ്ദേഹം ഡൊണോവന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? താൻ അജ്ഞനാണെന്നും എങ്കിലും അറിയാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഡൊണോവൻ വിനയപൂർവ്വം പറഞ്ഞു. ഡൊണോവന്റെ പെൺചങ്ങാതി ഒരു വശം പറഞ്ഞു ചാഞ്ഞ് അയാളുടെ ചെവിയിൽ എന്തോ മന്ത്രിക്കുകയും അതിനെ തുടർന്ന് ഡൊണോവൻ എഴുന്നേറ്റ് കൈക്കൊണ്ട് ഇപ്രകാരം പറയുകയും ചെയ്തു. ശരി, ഇപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടിയിരിക്കുന്നു. അവർ അതിനു മുൻപ് അല്പം പ്രസാദം സ്വീകരിക്കുകയെങ്കിലും ചെയ്യണമെന്ന് പ്രഭുപാദർ നിർബന്ധപൂർവ്വം അപേക്ഷിച്ചു.